സമ്മതമായിരുന്നു. സെയ്ദ് പറയട്ടെ എന്നാണ് പക്ഷം. സംഗതി അറിഞ്ഞ സെയ്ദ് റളിയല്ലാഹു അൻഹു കലിപ്പായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എല്ലാവർക്കും ആറ്റൽ നബി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ യാദൃശികമായി തിരുസന്നിധിയിൽ വന്നുപെട്ട ഒരു കുട്ടിയെ തിരിച്ചു കൊണ്ടുപോകാൻ മാതാപിതാക്കളെത്തി. പിന്നീട് എന്ത് സംഭവിച്ചു? നമുക്ക് കഥ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് മുമ്പിൽ ഞാനൊരു കൊച്ചു കഥ അവതരിപ്പിക്കാം. ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് കുട്ടികളുടെ കൂട്ടുകാരൻ. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? ആരാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു എന്ന് അറിയില്ലേ? അടിമകളിൽ വെച്ച് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ആളാണ്. അക്കാലത്ത് ഒരു പതിവുണ്ടായിരുന്നു, കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അടിമകളായി വിൽക്കുന്ന രീതി. അങ്ങനെ അടിമച്ചന്തയിൽ എത്തിപ്പെട്ടതാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. കൈമാറി ഒടുവിൽ പുന്നാര നബിയുടെ അടിമയാവാൻ ഭാഗ്യം ലഭിച്ച ഒരാൾ. എന്നാൽ മക്കയിലെ മുഹമ്മദിൻ്റെ അടുക്കൽ എൻ്റെ മകൻ ഉണ്ടെന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ അറിഞ്ഞു. മുഹമ്മദ് ആളൊരു മാന്യനാണ്. കാര്യം പറഞ്ഞാൽ മകനെ മോചിപ്പിക്കും, മകനെ എനിക്ക് തിരിച്ചു കിട്ടും. പ്രതീക്ഷകൾ തുന്നിച്ചേർത്ത അയാൾ മുത്തുനബിയുടെ അടുക്കലെത്തി. തിരുനബിയോട് കാര്യം പറഞ്ഞു. മുത്തിന് സമ്മതമായിരുന്നു. സെയ്ദ് പറയട്ടെ എന്നാണ് പക്ഷം. സംഗതി അറിഞ്ഞ സെയ്ദ് റളിയല്ലാഹു അൻഹു കലിപ്പായി. വീട്ടിലിരിക്കുന്നതിനേക്കാൾ സ്നേഹത്തിൻ്റെ ഉറവൊഴുകുന്നത് മുത്തുനബിയുടെ അടുക്കൽ നിന്നായിരുന്നു. സെയ്ദ് റളിയല്ലാഹു അൻഹു പോകാൻ കൂട്ടാക്കിയില്ല. സ്വന്തം ഉപ്പ വിളിച്ചിട്ടും പോകാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇവിടെയുള്ളത് മുത്തുനബിയാണ്, ഒന്നാം തരം മുത്ത്. അത് നഷ്ടപ്പെടുത്താൻ ആരാണ് ഇഷ്ടപ്പെടുക? സ്വന്തം ഉപ്പയെക്കാളും ഉമ്മയെക്കാളും അവിടുന്ന് സ്നേഹം ചൊരിയുന്നു, വാത്സല്യം പകരുന്നു. കുട്ടികൾക്ക് ഉറ്റ കൂട്ടുകാരനായിരുന്നു നമ്മുടെ മുത്തുനബി. അവിടുത്തെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ചറിഞ്ഞവർക്ക് അവിടുത്തെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാനാവില്ല. കണ്ടുമുട്ടുന്നവർക്കെല്ലാം സ്നേഹത്തിൻ്റെയും കരുണയുടെയും അനേകം വാതിലുകൾ തുറന്നിട്ട് കൊടുത്ത ആ വിസ്മയത്തെ നമുക്ക് സ്നേഹിച്ചു കൊണ്ടേയിരിക്കാം. അവിടുത്തേക്ക് അനേകം സ്വലാത്തുകൾ ചൊല്ലി അവിടുത്തോടൊപ്പം സ്വർഗ്ഗലോകത്തിൽ ഒരുമിക്കാൻ നാഥൻ തുണക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.